Hello dear children, welcome to Kids Area Online. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? എല്ലാവരും എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തോ? യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസേഴ്സ് ഒക്കെ ശരിയാണോ നോക്കാം. അതിനു മുൻപ് കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ ഏപ്രിൽ 1 മുതൽ വെക്കേഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഏപ്രിൽ 1 മുതലാണ് വെക്കേഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒത്തിരി കോഴ്സുകൾ ഈ വെക്കേഷനിൽ കുട്ടികൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഈ വിഷയങ്ങളിലുള്ള റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് ഒരുക്കിയിട്ടുണ്ട്. മലയാളം എഴുതാനും കൂട്ടി വായിക്കാനും കൂട്ടി എഴുതാനും ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാവും. ഇംഗ്ലീഷ് കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും അറിയാത്ത കുട്ടികളുണ്ടാവും. ഹിന്ദിയും അതുപോലെ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും അറിയാത്ത കുട്ടികളുണ്ടാവും. അവർക്കായിട്ടുള്ള ക്ലാസ്സുകളാണ് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയിൽ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ്. ഇനി ലെറ്റേഴ്സ് അറിയാത്ത കുട്ടികളാണെങ്കിൽ ലെറ്റേഴ്സിന്റെ ക്ലാസ്സും അവൈലബിൾ ആണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ്, കുട്ടികൾക്കായുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഈ അവധിക്കാലത്ത് കിഡ്സ് ഏരിയ ഓൺലൈൻ ക്രമീകരിച്ചിട്ടുണ്ട്. കുട്ടികൾ സ്വന്തമായിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സുകൾ കുട്ടികൾക്കായിട്ട് ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. മാത്സ് ബേസിക് ക്ലാസ് നൽകുന്നുണ്ട്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതൊക്കെ ഇപ്പോഴും ഒത്തിരി കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ബേസിക് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് മാത്സ് ബേസിക് ക്ലാസ്സുകളും അവൈലബിൾ ആണ്. അതുപോലെ LKG, UKG ക്ലാസ്സുകൾ നെക്സ്റ്റ് ജൂൺ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ലോകത്തിന്റെ എവിടെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികളെ LKG, UKG പഠിപ്പിക്കാം. അതുപോലെ STD 1 മുതൽ STD 5 വരെയുള്ള കുട്ടികൾക്ക് ജൂൺ 1 മുതൽ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജൂൺ 1 മുതൽ ട്യൂഷനും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ഓർമ്മയിൽ വെക്കുക. എല്ലാ ക്ലാസ്സുകളും വരുന്നത് സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. നിങ്ങൾ ആബ്സെന്റ് ആവുന്ന ദിവസങ്ങളിൽ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. നിങ്ങൾ ചെയ്യുവാനുള്ളത്, നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും. 9746487799. ഒരിക്കൽ കൂടി പറയാം, 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ടതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 4ാം ക്ലാസ്സിൽ EVS ആയിരുന്നു. ആക്ടിവിറ്റി 1 വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആണ്. ഇവിടെ പ്ലാന്റ്സിന്റെ പേര് നൽകിയിട്ടുണ്ട്. അതിന്റെ വെനേഷൻ, കോട്ടിൽഡോൺസ് എത്രയാണെന്ന്, അത് ഏതാണെന്ന് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ അതിൽ കോക്കനട്ട് ട്രീ നൽകിയിട്ടുണ്ട്. സെക്കൻഡ് തേക്ക്, ഗൂസ്ബെറി, പാം, മഹാഗണി ഇത്രയാണുള്ളത്. ഇതിൽ കോക്കനട്ട് പോലെ തന്നെ പാം എന്ന് പറയുന്നത് ഫൈബ്രസ് ആണ്, പാരലൽ ആണ്, മോണോക്കോട്ടാണ്. ഇനി മറ്റുള്ള തേക്ക്, ഗൂസ്ബെറി, മഹാഗണി ഇതെല്ലാം ടാപ്പ് റൂട്ട് ആണ്, റെറ്റിക്കുലേറ്റ് ആണ്, ഡൈക്കോട്ട് ആണ്. ഓക്കെ, ഓക്കെ. ഡൈക്കോട്ട് വരുന്നത് തേക്ക്, ഗൂസ്ബെറി, മഹാഗണി. റെറ്റിക്കുലേറ്റ് വരുന്നത് തേക്ക്, ഗൂസ്ബെറി, മഹാഗണി. ടേപ്പ് റൂട്ട് വരുന്നതും തേക്ക്, ഗൂസ്ബെറി, മഹാഗണി. കോക്കനട്ട് ട്രീയും പാമും ഫൈബ്രസ് ആണ്, പാരലൽ ആണ്, മോണോക്കോട്ടാണ്. ഇതിലെ അടുത്ത ഒരു നോക്കാം. ചൂസ് ദ റൈറ്റ് വൺ ഫ്രം ദ ഗിവൺ ഗ്രൂപ്പ്സ്. ഈ നൽകിയിരിക്കുന്ന ഗ്രൂപ്പ്സിൽ നിന്ന് ശരിയായിട്ടുള്ളത് ബാംബൂ ലീഫ്, കോക്കനട്ട് ലീഫ്, തേക്ക് ലീഫ്, പാം ലീഫ് തെറ്റാണ്. കുമ്പളം, ഗ്രീൻ ഗ്രാം, ഷുഗർ കെയിൻ, കുക്കുംബർ തെറ്റാണ്. ഷോർട്ട് ഫ്ലവർ, ജാസ്മിൻ, പാഡി, റോസ് തെറ്റാണ്. വീറ്റ്, മൈസ്, റാഗി, അഴക്കനട്ട് ഇതെന്ന് പറയുന്നത് പാരലൽ ആണ്. പാരലൽ വെനേഷൻ ആയതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ശരി. രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. ത്രൂ ഇന്ത്യയാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി. ക്യാപിറ്റൽ എഴുതുക എന്നുള്ളതായിരുന്നു. കേരളത്തിന് തിരുവനന്തപുരമാണ്. ഗാന്ധിനഗർ ഗുജറാത്തിൻ്റെതാണ്. ഗുജറാത്തിനാണ് ഗാന്ധിനഗർ വരുന്നത്. രാജസ്ഥാന്റെ ക്യാപിറ്റൽ ജയ്പൂർ ആണ്. ജയ്പൂർ ആണ് രാജസ്ഥാന്റെ ക്യാപിറ്റൽ. ഇംഫാൽ ക്യാപിറ്റലായി വരുന്നത് മണിപ്പൂറിൻ്റെയാണ്. മണിപ്പൂറിന്റെ ക്യാപിറ്റലാണ് ഇംഫാൽ. അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ ഇറ്റാനഗർ ആണ്. ഇറ്റാനഗർ. ഓക്കെ, അതിന്റെ ബി ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ആക്ടിവിറ്റിയുടെ ബി ക്വസ്റ്റ്യൻ. വിച്ച് സ്റ്റേറ്റ് ഡസ് ദ ആർട്ട് ഫോം ഭരതനാട്യം ബിലോങ് ടു? ഭരതനാട്യം തമിഴ്നാടിൻ്റെതാണ്. തമിഴ്നാടിൻ്റെയാണ് ഭരതനാട്യം. അടുത്ത ആക്ടിവിറ്റി നോക്കാം. മൂന്നാമത്തെ ആക്ടിവിറ്റി. ലെറ്റ്സ് പ്രിവെന്റ് ആക്സിഡന്റ്സ്. ഒബ്സർവ് ദ ന്യൂസ് ഹെഡ്ലൈൻസ് ഗിവൻ ബിലോ. Tragic death due to electric shock. Housewife dies
of electric shock while ironing. What are the precautions to be taken for preventing such accidents? Prepare a note. എന്താണ് ചെയ്യാൻ കഴിയാം? Turn off the switch and stop electricity. Wear slippers when using an iron box. Always use good quality electric appliances. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എഴുതാവുന്നതാണ്. Srikuti is setting a first aid box. Write down the things to be included in it. Cotton, scissors ഇത് എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൽ എന്തൊക്കെ ആഡ് ചെയ്യാം? എസെൻഷ്യൽ മെഡിസിൻസ് ആഡ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ബാൻഡേജ് ആഡ് ചെയ്തിട്ടില്ല. ബാൻഡേജ് ആഡ് ചെയ്യാം. ബാൻഡേജ്, എസെൻഷ്യൽ മെഡിസിൻസ്, അതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എഴുതാവുന്നതാണ്. ആക്ടിവിറ്റി 4 പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. റേഷൻ ഷോപ്പ് നമുക്ക് ഡെയിലി നെസസിറ്റീസ് അതിന് വേണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കൃഷിഭവൻ പ്ലാന്റിംഗ് മെറ്റീരിയൽസ് കിട്ടാനും പിന്നെ അവിടെ നമുക്ക് ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അഗ്രികൾച്ചറിനേക്കുള്ള ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. പോലീസ് സ്റ്റേഷൻ മെയിൻറ്റെയിനിങ് ലോ ആൻഡ് ഓർഡർ ആണ് പോലീസ് സ്റ്റേഷൻ. സ്കൂൾ എന്ന് പറയുന്നത് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ സ്കൂളിൽ നിന്നാണ് കിട്ടുക. ഇതാണ് ആ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത്. ഇൻ ദ ഡാഷ് പീപ്പിൾ ഓഫ് ലൊക്കാലിറ്റി അസംബ്ലി ടു ഡിസ്കസ് ദെയർ ഡെവലപ്മെന്റൽ നീഡ്സ്. അവരുടെ പ്രദേശത്തെ ഡെവലപ്മെന്റിന് വേണ്ടി ആൾക്കാർ ഒരുമിച്ച് കൂടി ചേർന്നുണ്ട്. അതാണ് ഗ്രാമസഭയാണ്. ഓപ്ഷൻ സി ഗ്രാമസഭയാണ് ഉത്തരം. അഞ്ചാമത്തെ ആക്ടിവിറ്റി നോക്കാം. ട്രാൻസ്ഫർ മെസ്സേജസ്. ഇവിടെ ശ്രീകുട്ടി ഈസ് പ്രിപ്പയറിംഗ് എ ടേബിൾ കണ്ടെയ്നിങ് പിക്ചേഴ്സ് ആൻഡ് ഇൻഫോർമേഷൻ ഓഫ് ഡിഫറെന്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഹെൽപ്പ് ഹെർ റൈറ്റ് എ നോട്ട് അഗെയിൻസ്റ്റ് ഈച്ച് പിക്ചർ. ന്യൂസ് പേപ്പർ, റേഡിയോ, TV, മൊബൈൽ ഫോൺ, ഇതിനെക്കുറിച്ചുള്ള ഓരോ എങ്ങനെയാണ് ഇൻഫോർമേഷൻ കിട്ടുന്നതെന്നുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എങ്ങനെയാണെന്ന് നോട്ട്സ് തയ്യാറാക്കാനായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ. അതിൽ ഡാഷ് ഈസ് എ മീൻസ് ഫോർ എക്സ്ചേഞ്ചിങ് മെസ്സേജസ് ഇൻ ആൻഷ്യൻ ടൈംസ്. പണ്ട് കാലത്ത് മെസ്സേജ് എക്സ്ചേഞ്ച് ചെയ്തിരുന്നത് എങ്ങനെയാണ്? ഇമെയിൽ ആണോ, മെസ്സഞ്ചർ ആണോ, ന്യൂസ് പേപ്പർ ആണോ, ഫോൺ ആണോ? മെസ്സഞ്ചർ എന്ന് പറയുമ്പോൾ പിജിയോൺ മെസ്സഞ്ചർ ഉണ്ട്. പ്രാവിൻ്റെ കാലിൽ കയറ്റി, പിന്നെ അതുപോലെ പണ്ട് കാലത്ത് നമ്മുടെ വിളംബരം ചെയ്യുന്നത് പോലെ അതൊക്കെയുണ്ട്. ഇവിടെ മെസ്സഞ്ചറാണ് ആൻസർ ആയിട്ട് വരിക. Know the direction. The picture of Srikuti's house and its surroundings are given below. Observe the picture and answer the following question. North, south, west, east. And first question, which part of the house is well located? വീടിൻ്റെ എവിടെയാണ് വെൽ വരുന്നത്? ഈസ്റ്റ് ആണ്. ഈസ്റ്റ്. ഓക്കെ. വീടിൻ്റെ മുന്നിലാണ്, സൗത്ത് പൊസിഷനിലാണ് റിവർ വരുന്നത്. അംഗൻവാടി വരുന്നത് വീടിൻ്റെ വെസ്റ്റ് പൊസിഷനിലാണ്. ഇനി ഹിൽ വരയ്ക്കാൻ പറയുന്നുണ്ട്. ഇവിടെയാണ് നോർത്ത് പൊസിഷനിലാണ് ഹിൽ വരയ്ക്കാൻ പറയുന്നത്. ഒരു ട്രീ വരയ്ക്കാൻ പറയുന്നുണ്ട്. വെല്ലിൻ്റെ ഈസ്റ്റ് സൈഡാണ്. ഇവിടെയാണ് ട്രീ വരയ്ക്കേണ്ടത്. ഓക്കെ. ഇതായിരുന്നു ഈ ക്വസ്റ്റ്യൻ. താഴെ ക്വസ്റ്റ്യനെല്ലാം പറഞ്ഞിട്ടുണ്ട്. Which part of the house is the well located? Which building is situated to the west of the house? Angamwadi. Which direction of the house does the river flow? വീടിൻ്റെ ഏത് ഭാഗത്താണ് സൗത്ത് പൊസിഷനിൽ റിവർ പോകുന്നത്? ഡ്രോ ഹിൽസ് ടു ദ നോർത്ത് ഓഫ് ദ ഹൗസ്. നോർത്ത് സൈഡിലാണ് ഹിൽ വരയ്ക്കേണ്ടത്. ഡ്രോ എ ട്രീ ടു ദ ഈസ്റ്റ് സൈഡ് ഓഫ് ദ വെൽ. വെല്ലിൻ്റെ ഈസ്റ്റ് സൈഡ്, കിണറിൻ്റെ ഈസ്റ്റ് സൈഡിൽ ഒരു ട്രീ വരയ്ക്കുക. അതായിരുന്നു 4ാം ക്ലാസ്സിലെ HS അറ്റച്ച്ഡ് കുട്ടികൾക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ. അപ്പോൾ എല്ലാവരും എക്സാം നല്ലതുപോലെ എഴുതിയിട്ടുണ്ടാവും. Okay children, bye bye. Thank you.